ഹായ്, എൻ്റെ പേര് ജിസ് ആന്റണി. വായനയെ സ്നേഹിക്കുന്ന പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് റെക്കമെൻഡേഷൻ സീരീസ് ആണ് ഗുഡ് റീഡ്സ്. ഇന്നത്തെ ഗുഡ് റീഡ്സിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ അടുത്ത് വായിച്ചതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട 3 മലയാളം നോവലുകളാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഗുഡ് റീഡ്സ്. വടക്കൻ മലബാറിൽ കേരളത്തിനും കർണാടകയ്ക്കും ഇടയിലുള്ള ഒരു സാങ്കല്പിക ഗ്രാമമാണ് എർക്കാന. മൈത്താണിക്കാടും പാലോർ പുഴയും പേത്താളം ഗാനവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമം. 3 തലമുറകളിലായി പടർന്നു കിടക്കുന്ന എർക്കാനയിലെ മനുഷ്യരുടെ പകയും പ്രണയവും സൗഹൃദവും മരണവും ഒക്കെ പറയുന്ന നോവലാണ് PV ഷാജികുമാറിന്റെ മരണവംശം. ആങ്ങള പെങ്ങന്മാരുടെ മക്കളായ ഭാസ്കരനും ചന്ദ്രനും ബാല്യകാല സുഹൃത്തുക്കളാണ്. ഭാസ്കരന് ചന്ദ്രന്റെ പെങ്ങളായ നളിനിയോട് പ്രണയം തോന്നുന്നതും അത് മറ്റുള്ളവർ പറഞ്ഞ് ചന്ദ്രൻ അറിയുന്നതും മുതൽക്കാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഏറെ ഇഷ്ടപ്പെടുന്നവർ പിണങ്ങിയാൽ വൈരാഗ്യത്തിന്റെ വിടവ് വലുതായിരിക്കും. ശത്രുവിനേക്കാൾ ശത്രുത മിത്രങ്ങൾ ശത്രുക്കളാവുമ്പോൾ ഒന്നിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ കണ്ണിൽ പിടിക്കാതെയാവും. പരസ്പരം താങ്ങും തണലുമായി നിന്ന സന്ദർഭങ്ങൾ മറവിയുടെ മഞ്ഞുകാറ്റിൽ മാഞ്ഞു പോകും. പൂരക്കളിക്ക് പാടുന്ന പൂരമാലയുടെ 1 മുതൽ 18 വരെയുള്ള നിറങ്ങളാണ് മരണവംശത്തിൽ അധ്യായങ്ങളായി വരുന്നത്. കഥയിൽ ഉടനീളം കാടും മലയും പുഴയും മരങ്ങളും മൃഗങ്ങളും ദൈവങ്ങളും മഴയും ഒക്കെ അവരവരുടെ വേഷങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചു പോകുന്നുണ്ട്. അതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ധാരാളം കഥാപാത്രങ്ങൾ ഉള്ള ഒരു നോവലാണിത്. അതിലെ ഏറ്റവും അപ്രധാനമായിട്ടുള്ള കഥാപാത്രത്തിന് പോലും പൂർണ്ണമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി നൽകാനായിട്ട് എഴുത്തുകാരൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഥയുടെ ആസ്വാദ്യത നല്ല രീതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ സംഭാഷണങ്ങളെല്ലാം തന്നെ വടക്കൻ മലബാറിലെ ഒരു പ്രാദേശിക ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത്. ശീലമില്ലാത്തത് കൊണ്ട് ആദ്യത്തെ 3-4 അധ്യായങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. എങ്കിലും കഥ വികസിക്കുമ്പോൾ ഭാഷയെ നമുക്ക് പതുക്കെ പഴകിക്കൊള്ളും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നോവലിൽ ആദ്യന്തം ഭരണങ്ങളുടെ ഒരു തുടർച്ചയാണ്. മനുഷ്യൻ എന്നാൽ കൊല്ലുന്നവനോ കൊല്ലപ്പെടുന്നവനോ മാത്രമാവുന്ന ഏറ്റവും നിസ്സഹായമായിട്ടുള്ള അവസ്ഥയാണ് നോവലിൽ വരച്ചു കാട്ടുന്നത്. വായന അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാവുന്നതും ഇതേ നിസ്സഹായതയാണ്. കഴിഞ്ഞ കൊല്ലം വായിച്ചതിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ നോവലാണ് മരണവംശം. മലയാളത്തിൽ ഇപ്പോഴുള്ളതിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ശ്രീ TD രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികയാണ് ഈ ലിസ്റ്റിൽ അടുത്തത്. ശ്രീലങ്കയിലെ സമകാലിക രാഷ്ട്രീയവും ചരിത്രവും മിത്തും ഭാവനയും ഒക്കെ കൂട്ടിയിണക്കി എഴുതിയിട്ടുള്ള ഒരു നോവലാണിത്. എല്ലാ യുദ്ധങ്ങളും പെണ്ണിനെതിരെയുള്ള യുദ്ധങ്ങളാണ്. യുദ്ധങ്ങളിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. മാനസികമായും ശാരീരികമായും ലൈംഗികമായും സ്ത്രീകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും നേരിട്ട് പാർട്ടീസ് അല്ലെങ്കിൽ കൂടി വളരെ ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പുകളെയും പോരാട്ടങ്ങളെയും അതിന്റെ എല്ലാ വേദനയോടും എല്ലാ ഭീകരതയോടും കൂടി അവതരിപ്പിച്ചിട്ടുള്ള ഒരു നോവലാണിത്. ഇതൊരിക്കലും ഒരു ഈസി റീഡ് അല്ല. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ കഥയിൽ ഉടനീളമുണ്ട്. വായിച്ചു വരുമ്പോൾ പുസ്തകം അടച്ചു വെച്ച് ദൈവമേ ഞാനിത് എന്താ ഇപ്പൊ വായിച്ചത് എന്ന് ചിന്തിച്ചു പോയിട്ടുള്ള സിറ്റുവേഷൻസ് വായനയ്ക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഭരണകൂട ഭീകരതയിലേക്ക് വിരൽ ചൂണ്ടുന്നതിനോടൊപ്പം തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളിലും വിമോചന സംഘടനകളിലും നിലനിൽക്കുന്ന ജനാധിപത്യ രാഹിത്യവും സ്ത്രീ വിരുദ്ധതയും തുറന്നു കാട്ടുന്ന ഒരു പുസ്തകം കൂടിയാണിത്. വായിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ഒരു കഥയും കഥാപാത്രവുമാണ് സുഗന്ധിയുടേത്. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ എഴുതിയ സ്നോ ലോട്ടസ് ആണ് ഇന്നത്തെ ഗുഡ് റീഡ്സിലെ നമ്മുടെ അവസാന പുസ്തകം. മഞ്ഞിൽ പതിഞ്ഞുപോയ പാദമുദ്രകളെ തേടി ഒരുവളുടെ തനിച്ചുള്ള യാത്രയാണിത്. നമ്മൾ നനച്ചതിനേക്കാൾ നിഗൂഢമാണ് മഞ്ഞ്. എന്തൊക്കെയാണ് അവൾക്ക് കൂട്ടുപോകുന്നത്? നെരിപ്പോട് പോലെ കത്തുന്ന ഒരു ഓർമ്മ, പ്രാർത്ഥന പോലെ ഒരു പ്രണയം, ദിശ കാട്ടാനായി ബോധിസത്വന്റെ നക്ഷത്രം, അടക്കിയ നിലവിളി. ഉള്ളിൽ പതിഞ്ഞതിന് എന്തൊരു വിലയാണ് മനുഷ്യർക്ക് നൽകേണ്ടി വരുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഹിമാലയൻ മലനിരകളിൽ കാണാതായ മേജർ മുകുന്ദിനെ തേടി ഒരു മിലിറ്ററി ഡോക്ടർ കൂടിയായിട്ടുള്ള മകൾ ഗോപ മുകുന്ദ് നടത്തുന്ന അന്വേഷണങ്ങളുടെ കഥയാണ് സ്നോ ലോട്ടസ്. പല അടരുകളിൽ കൂടി പടർന്നു കിടക്കുന്ന ഒരു ആഖ്യാന ശൈലിയാണ് ഈ നോവലിൻ്റെത്. കാണാതായ അച്ഛനെ തേടിയുള്ള ഗോപയുടെ യാത്ര സ്വന്തം സത്വത്തെ തേടിയുള്ള ഒരു ആത്മാന്വേഷണം കൂടിയാവുന്നു. വരികൾക്കിടയിലൂടെ ബുദ്ധനും ദലൈലാമയും ഒക്കെ സംസാരിക്കുമ്പോൾ ഇത് ആത്മീയത തുളുമ്പുന്ന ഒരു എഴുത്താകുന്നു. സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ
മലമുകളിലെ പട്ടാള ക്യാമ്പുകളും അവിടുത്തെ ജീവിതങ്ങളും വായനക്കാരന് മുന്നിൽ വരച്ചിടുമ്പോൾ ഒരു റിട്ടയർഡ് മിലിറ്ററി ഡോക്ടർ കൂടിയായിട്ടുള്ള എഴുത്തുകാരിയുടെ ആത്മകഥാംശം തുളുമ്പുന്ന ഓർമ്മക്കുറിപ്പുകളായി മാറുകയാണ് ഈ നോവൽ. ഹിമാലയത്തിന്റെ സുന്ദരവും നിഗൂഢവുമായ അടരുകളിൽ കൂടിയുള്ള സാഹസിക യാത്രകളും മരണം വന്ന് ചുംബിച്ച് തിരിച്ചുപോയതുപോലെയുള്ള ഭയാനക അനുഭവങ്ങളും വിവരിക്കുമ്പോൾ ഇതൊരു പർവ്വതാരോഹകയുടെ സാഹസിക യാത്രാ വിവരണമാവുന്നു. ഓരോ അധ്യായത്തിന്റെയും അവസാനം ഫ്രം ഹിസ് ജേർണൽ ലോട്ടസ് പാത്ത് എന്ന പേരിൽ ചേർത്തിട്ടുള്ള കഥാനായകന്റെ കവിത പോലെ മനോഹരമായിട്ടുള്ള ജേർണൽ എൻട്രീസ് ഒരു പ്രണയകാവ്യം വായിക്കുന്ന അനുഭവമാണ് വായനക്കാരന് നൽകുന്നത്. ഇതിലെല്ലാം ഉപരി ജനിച്ച നാടും വീടും ഉപേക്ഷിച്ച് മഞ്ഞുമലകൾ താണ്ടി ശിഷ്ടകാലം അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വരുന്ന ടിബറ്റൻ ജനതയുടെ അതിജീവനത്തെ പറ്റി, കാലിനടിയിൽ മണ്ണില്ലാത്തവരുടെ ആത്മസംഘർഷങ്ങളെ പറ്റി വിവരിക്കുമ്പോൾ ഇത് ഉള്ളു പൊള്ളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലേഖനമാകുന്നു. ഇങ്ങനെ പല തലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നുവെങ്കിലും ഒരിടത്തും ഒരു ഏച്ചുകെട്ടലോ മുഴിച്ചു നിൽക്കലോ ഇല്ലാതെ വളരെ കൈയടക്കത്തോടുകൂടി അവതരിപ്പിച്ചിട്ടുള്ള ഒരു നോവലാണിത്. ഇതുവരെ നിങ്ങൾ ഇത് വായിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും വാങ്ങി വായിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 നോവലുകളിൽ ഏതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.